BJP കൃത്യമായി ലീഡ് ചെയ്യുന്നുണ്ട് അവർ പ്രതീക്ഷിച്ച ഇടങ്ങളിൽ. അതേസമയം ശിവസേന ഷിൻഡെ വിഭാഗം 23 സീറ്റുകളിൽ മാത്രമാണ് മുന്നിൽ. അതായത് മുഖ്യമന്ത്രിയായിരുന്ന ഷിൻഡെ, ജനകീയ പദ്ധതികൾ മുന്നോട്ട് വെച്ച ഷിൻഡെ, ആ ഷിൻഡെയുടെ പക്ഷം അവിടെ പിന്നിലാണെന്നത് ആ സഖ്യത്തെ ബാധിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഗൗതം അനന്തനാരായണൻ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം കൃഷ്ണരാജ് ഗൗതം, അവിടെ ഉയരുന്ന ചോദ്യം അതൊരു ശിവസേന എന്നുള്ളതൊരു വെറും രാഷ്ട്രീയ കക്ഷി ആയിരുന്നില്ല, തികച്ചും വൈകാരികമായി, മറ്റൊരർത്ഥത്തിൽ ഒരുപക്ഷെ കാഡർ സംവിധാനം അല്ലെങ്കിൽ കാഡർ സ്വഭാവം എന്നതിനപ്പുറം അതിവൈകാരിക സ്വഭാവത്തോടു കൂടി ബാൽ ഠാക്കറെ എന്ന കടുവ പടുത്തുയർത്തിയ പ്രസ്ഥാനം, അതിലൊരു പിളർപ്പ് വന്നപ്പോൾ MLA-മാർ ഭൂരിപക്ഷവും നേതാക്കൾ ഭൂരിപക്ഷവും ഷിൻഡെക്കൊപ്പം നിന്നെങ്കിൽ ഇപ്പോൾ അവരുടെ അവകാശവാദം, ഉദ്ധവ് ഠാക്കറെയുടെ അവകാശവാദം, ഉദ്ധവ് ഠാക്കറെ പറഞ്ഞത് ബാൽ ഠാക്കറെയുടെ യഥാർത്ഥ പാരമ്പര്യത്തിനുടമ ഞങ്ങളാണ്, കുടുംബമാണ്, ഞങ്ങൾ നയിക്കുന്നവരാണ്, ഞങ്ങളെ ചതിച്ചാണ് ഏകനാഥ് ഷിൻഡെ പോയതെന്നാണ്. ആ വാക്കുകൾ ജനം വിശ്വസിച്ചിട്ടുണ്ടോ? ശിവസേനയുടെ ആ ഭൂരിപക്ഷം അണികൾ ഉദ്ധവ് ഠാക്കറെക്കൊപ്പം നിന്നോ, ബാൽ ഠാക്കറെയുടെ മകനൊപ്പം നിന്നോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ശിവസേന എന്ന പ്രാദേശിക കക്ഷിക്കപ്പുറത്തേക്ക് BJP എന്ന ദേശീയ കക്ഷിയുടെ കരുത്ത് വർദ്ധിക്കുന്നു. 89 സീറ്റിൽ ഒറ്റയ്ക്ക് മുന്നിലാണ്. 288 അംഗ നിയമസഭയിൽ 89 BJP മുന്നിലാണ്. കോൺഗ്രസ് ആകട്ടെ 65 ഷിൻഡെ വിഭാഗം ശിവസേന 23 മുന്നിൽ. ഉദ്ധവ് ഠാക്കറെയുടെ ശിവസേന 42 അജിത് പവാറിന്റെ NCP 17 ശരത് പവാറിന്റെ NCP 21. BJP സഖ്യം അവിടെ മുന്നിലെത്തുന്നു. 129, 128 എന്ന നിലയിലേക്ക് എത്തുന്നുണ്ട്. ഗൗതം, ഈ 76 സീറ്റുകളിൽ കോൺഗ്രസും BJPയും നേർക്കുനേറാണ് മത്സരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 24 സീറ്റുകളുടെ വ്യത്യാസം BJPയും കോൺഗ്രസും തമ്മിലുണ്ട്. BJP 89, കോൺഗ്രസ് 65. ഈ നേർക്കുനേർ പോരാട്ടങ്ങളിൽ BJPക്ക് തന്നെയല്ലേ ആധിപത്യം? കൃഷ്ണരാജ്, കോൺഗ്രസും BJPയും തമ്മിൽ ഏറ്റുമുട്ടുന്ന മഹാരാഷ്ട്രയിലെ പല സീറ്റുകളിലും നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നത് BJP തന്നെയാണ് അവിടെ ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. BJPക്ക് വ്യക്തമായ അപ്രമാദിത്യം ഈ സീറ്റുകളിൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. മുംബൈ, അതോടൊപ്പം തന്നെ ഈ വിദർഭ ബെൽറ്റിലുമാണ് ഇപ്പോൾ BJP കൂടുതലായി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വീണ്ടും BJPയുടെ സീറ്റ് നില, അതായത് 135ലേക്ക് BJP നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ലീഡ് നില വീണ്ടും മഹാരാഷ്ട്രയിൽ ഉയരുന്നു. ഒരിക്കൽ കൂടി വ്യത്യാസം വന്നിരിക്കുന്നു. 135, 123. 135 BJP സഖ്യം മുന്നിൽ, 123 കോൺഗ്രസ് സഖ്യം. 40 സീറ്റ് 140 സീറ്റിലേക്ക് ഇപ്പോൾ BJPയുടെ ലീഡ് നില ഉയരുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 117 ലീഡ് നില മഹാരാഷ്ട്രയിൽ. അതായത് സംസ്ഥാനത്ത് കേവല അതായത് കേവല ഭൂരിപക്ഷത്തിന് മഹാരാഷ്ട്രയിൽ വേണ്ടത് 145 കേവലം 5 സീറ്റുകളിൽ കൂടി ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ BJP നേതൃത്വം നൽകുന്ന മുന്നണി കേവല ഭൂരിപക്ഷത്തിന് വേണ്ട നമ്പർ മറികടക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. വോട്ടെണ്ണൽ ആരംഭിച്ച് 1.5 മണിക്കൂർ പിന്നിടുന്ന ഘട്ടത്തിൽ ഹാഫ് വേ മാർക്ക് ക്രോസ് ചെയ്യുവാൻ BJPക്ക് സാധിക്കുന്നു എന്ന നിലയിലേക്ക് മഹാരാഷ്ട്രയിൽ വീണ്ടും കാര്യങ്ങൾ മാറുകയാണ്. BJP ഒറ്റയ്ക്ക് 95 സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നതാണ് ശ്രദ്ധേയം. ഒരു ഘട്ടത്തിൽ NDA മുന്നണി അല്പമൊന്ന് താഴേക്ക് വന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും ഗ്രാഫ് ഉയർന്നിരിക്കുന്നു. BJP 140, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി 117. മറ്റുള്ളവർ മഹാരാഷ്ട്രയിൽ 12 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. BJP ഒറ്റയ്ക്ക് 95 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. പക്ഷേ രണ്ട് ശിവസേനയും തമ്മിലുള്ള മത്സരത്തിനിടയിൽ ഇപ്പോഴും കൂടുതൽ സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗമാണ്. 32 സീറ്റുകളിൽ ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേന ലീഡ് ചെയ്യുമ്പോൾ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന 25 സീറ്റുകളിലാണ്. നമ്മൾ NCPകൾ തമ്മിലുള്ള മത്സരം കൂടി ഈ ഘട്ടത്തിൽ ഒന്ന് കൃത്യമായി വരച്ചു കാണിക്കേണ്ടതുണ്ട്. രണ്ട് NCPകൾ തമ്മിലുള്ള മത്സരത്തിൽ നേരിയ മുൻതൂക്കം ഇപ്പോൾ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPക്കാണ്. അതായത് BJPക്കൊപ്പം നിൽക്കുന്ന NCP 20 സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ വലിയ മുന്നേറ്റമാണ് ഗൗതം. 143 BJP സഖ്യം മുന്നിൽ, 109
3 മാത്രം കോൺഗ്രസ് സഖ്യം മുന്നിൽ. നേരത്തെ 126, 125, 125 എന്നൊക്കെ നിലയിൽ വന്നതാണ്. പക്ഷേ ഇപ്പോൾ 143 BJP സഖ്യം എത്തുമ്പോൾ 2 മാജിക് ഫിഗറിന് 2 സീറ്റ് ലീഡ് നിലയിൽ കേവല ഭൂരിപക്ഷം മറികടക്കാനാകും. ഗൗതം, അത് തന്നെയാണ് കൃഷ്ണരാജ്. അതായത് 2 സീറ്റുകളിൽ കൂടി ലീഡ് നേടാൻ സാധിച്ചാൽ BJP നേതൃത്വം നൽകുന്ന സഖ്യം കേവല ഭൂരിപക്ഷത്തിന് വേണ്ട നമ്പർ കടന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാകും പിന്നെ നമുക്ക് കാണാൻ സാധിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ ബഹുഭൂരിപക്ഷവും ചൂണ്ടിക്കാണിച്ചത് NDA മുന്നണി കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് സംസ്ഥാനത്ത് ഭരണ തുടർച്ച നേടുമെന്നതാണ്. ഇപ്പോൾ അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് മഹാരാഷ്ട്രയിൽ നിന്നും വരുന്നത്. 143 സീറ്റിൽ NDA ലീഡ് ചെയ്യുമ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡി 109 സീറ്റിലേക്ക് മാത്രമായി അവരുടെ ലീഡ് നില ഉയർന്നു. BJP ഒറ്റയ്ക്ക് 98 സീറ്റിൽ സെഞ്ചുറിയിലേക്ക് BJP കടക്കുകയാണ്. BJP ഒറ്റയ്ക്ക് 98 സീറ്റുകളിൽ ലീഡ് ചെയ്തു. ഇതിൽ നമ്മൾ എടുത്തു കാണേണ്ട ഒരു ഘടകം 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നു. 122 സീറ്റുകളാണ് 2014 BJP നേടിയത്. പിന്നീട് 2019 എത്തുമ്പോൾ 105 സീറ്റുകളുമായി BJP ഏറ്റവും വലിയ കക്ഷിയായി. അതായത് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര പോലെ ഒരു വിശാല സംസ്ഥാനത്തെ ഏറ്റവും വലിയ കക്ഷി എന്നത് BJP ആയിരുന്നു. അതേ ട്രാക്ക് റെക്കോർഡ് ഇപ്പോൾ വീണ്ടും BJP ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിലേക്ക് BJP മാറുന്നു. ഏതാണ്ട് 100 സീറ്റിന് മുകളിലേക്ക് BJP ഒറ്റയ്ക്ക് എത്തും എന്ന കാര്യത്തിൽ 105 നമ്മൾ പറയുന്ന സമയത്ത് തന്നെ 105ലേക്ക് മഹാരാഷ്ട്രയിൽ BJPയുടെ ലീഡ് ഉയർന്നിരിക്കുന്നു. BJP നേതൃത്വം നൽകുന്ന മുന്നണി 150 സീറ്റിലേക്ക് ലീഡ് നില ഉയർത്തി കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചിരിക്കുന്നു അല്ലേ ഗൗതം? ലീഡ് നിലയിൽ അതെ, BJP 150 മഹാരാഷ്ട്രയിൽ BJP സഖ്യം. കോൺഗ്രസ് സഖ്യം 100 താഴേക്ക് പോകുന്നു. 99, 150. BJP പ്രതീക്ഷിച്ചതും NDAക്ക് വേണ്ടി BJP പറഞ്ഞതും അതാണ്. 150-ലേറെ സീറ്റുകൾ നേടി ഞങ്ങൾ അധികാരത്തിൽ വരും എന്നാണ് പറഞ്ഞിരുന്നത്. ഗൗതം, കൃഷ്ണരാജ്, അത് തന്നെയാണ്. അതായത് 150 എന്ന വലിയ നമ്പറിലേക്ക് BJP എത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഇനിയും മഹാരാഷ്ട്രയിൽ നേരത്തെ നമ്മൾ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. അതായത് മുഖ്യമന്ത്രി പദം ഇത്തവണ BJP ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ഭരണമാകും നടത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ ശിവസേനയ്ക്ക് ചെറുകക്ഷിയായിട്ടും ഒരു രാഷ്ട്രീയ മര്യാദ അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഏക്നാഥ് ഷിൻഡെയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുകയും BJP ഉപമുഖ്യമന്ത്രി പദം മാത്രം ഏറ്റെടുക്കുകയും ചെയ്തത്. എന്തായാലും ഈ തവണ BJP തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ക്ലെയിം ചെയ്യുകയും ആ സ്ഥാനം ഏറ്റെടുക്കുകയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദേവേന്ദ്ര ഫട്നാവിസ് ഒരിക്കൽ കൂടി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് കൃത്യമായി തന്നെ നമുക്ക് ഇനിയും അടിവരയിട്ട് പറയാം. കാരണം വോട്ടെണ്ണൽ ആരംഭിച്ച് ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഈ ഒരു ട്രെൻഡിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരു സാധ്യതയും കാണുന്നില്ല. 153 എന്ന വലിയ നമ്പറിലേക്ക് BJP നേതൃത്വം നൽകുന്ന NDA സഖ്യം എത്തുന്നു. 96ലേക്ക് കോൺഗ്രസിന്റെ ലീഡ് നില ഉയരുകയാണ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച സീറ്റുകൾ മണ്ഡലത്തിലെയും ലീഡ് നില താഴുന്നുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ 52 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. BJP ഒറ്റയ്ക്ക് 105 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നതാണ് ശ്രദ്ധേയം. BJP 153. ഉമേഷ്, കൃഷ്ണരാജ്, ക്രമാനുഗതമായ കുതിപ്പ്. ഇത് സസ്പെൻസ് ആയിരുന്നോ അതോ EVM വോട്ടർമാരെയും പ്രേക്ഷകരെയും നമ്മയും പരീക്ഷിച്ചതാണോ? ഒപ്പത്തിനൊപ്പം എന്ന് കാണിച്ചു, ഫോട്ടോ ഫിനിഷിലേക്ക് എന്ന് കാണിച്ചു. 125, 126, 126 കാണിച്ചു. ഇതാ കുതിക്കുകയാണ്. 153 BJP സഖ്യം മഹായുതി. 96 മാത്രം. ജാർഖണ്ഡ് കൂടി ഒന്ന് പറഞ്ഞു പോകാം. 41 കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയാണ് BJP സഖ്യം. 41, 31. ഇവിടെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ 2 അധികായരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ശരത് പവാറിന്റെയും ഒപ്പം ഉദ്ധവ് താക്കറെയുടെയും വിഭാഗങ്ങളെ അതിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് വരും മണിക്കൂറുകളിൽ വലിയ ചർച്ചയിലേക്ക്. ശരത് പവാർ പക്ഷത്തിന് നല്ല ക്ഷീണമാണ് ഇപ്പോൾ. 14 മാത്രമാണ് പവാർ സഖ്യം, പവാറിന്റെ NCP മുന്നിൽ എന്നത് ഓർക്കണം. നേരത്തെ 30 മേലെ പോയതാണ് അതൊരു ഘട്ടത്തിൽ. പക്ഷേ അത് അമ്പേ താഴേക്ക് പോകുന്നു. 14 മാത്രമാണ് ശരത് പവാറിന്റെ NCP മുന്നിലുള്ളത്. ഉദ്ധവ് താക്കറെയുടെ പക്ഷം 30 മുന്നിലുണ്ട്. മറുവശത്ത് ഷിൻഡെ പക്ഷം 27 NCP അജിത് പവാർ ഉണ്ടാക്കുന്ന സ്വാധീനം എന്ത്? ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ, ഞാൻ ഇനിയും
മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണെന്ന് പറയുന്ന ആളാണ് അജിത് പവാർ. അജിത് പവാർ ഇപ്പോൾ 21 മുന്നിലാണ്. അതേസമയം NCPക്ക് മറുവശത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സഖ്യത്തിന് വലിയ തിരിച്ചടി ലഭിച്ച, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് BJPക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് വരാൻ സാധിക്കാതെ പോയതിന് പ്രധാന ഒരു ഘടകം മഹാരാഷ്ട്രയിൽ ഉണ്ടായ തിരിച്ചടിയാണ്. അവിടെ 17 സീറ്റിലേക്ക് അവർ ഒതുങ്ങേണ്ടി വന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, ഇപ്പോൾ വന്ന ഫലസൂചനകൾ പരിശോധിച്ചാൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് എവിടെയാണോ വീഴ്ച പറ്റി അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന ഒരു സൂചന അതിൽ വ്യക്തമാകുന്നുണ്ട്. ഗൗതം, ഏതൊക്കെ മേഖലകളിലേതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഫലങ്ങൾ? പ്രത്യേകിച്ച് പൂനെ ഒപ്പം സെൻട്രൽ മുംബൈ തുടങ്ങിയ മേഖലകൾ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ആ ഭാഗങ്ങളിൽ നിന്നുള്ള പല സൂചനകൾ കൂടിയാണോ ഇപ്പോൾ വരുന്നത്? ഉമേഷ്, മുംബൈ റീജിയണിൽ, അതായത് മുംബൈ മേഖലയിൽ 36 സീറ്റുകളാണ് ഉള്ളത്. ഇപ്പൊ ഈ മുംബൈ മേഖലയിൽ BJPയും അതോടൊപ്പം തന്നെ ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അതാണ് ഇപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. 105 സീറ്റിൽ BJP ഒറ്റയ്ക്ക് ലീഡ് ചെയ്യുകയും ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗം ഒരു ഘട്ടത്തിൽ പിന്നിൽ പോയെങ്കിലും ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. അതായത് മുംബൈ, അതോടൊപ്പം തന്നെ താനെ, കൊങ്കൺ ബെൽറ്റ്, അതോടൊപ്പം വിദർഭ, ഈ സ്ഥലങ്ങളിൽ, ഈ മേഖലകളിലാണ് BJPയും അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDA സഖ്യവും ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രത്യേകിച്ച് മുംബൈ മേഖലയിൽ മുൻകാലഘട്ടങ്ങളിൽ ശിവസേനയ്ക്ക് വലിയ ആധിപത്യമുള്ള നഗരമേഖലയാണ് മുംബൈ. പക്ഷെ അവിടെ നമുക്കറിയാം ഈ പാർട്ടി രണ്ടായി പിളർന്നതിന് ശേഷം ഇത് ആർക്ക് അനുകൂലമാകും മുംബൈയുടെ വികാരം എന്നത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഘട്ടത്തിൽ ഈ ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗം ഒന്ന് താഴേക്ക് പോയെങ്കിലും ഇപ്പോൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 28-29, അതായത് ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന ശിവസേന 28 സീറ്റിലും ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേന 29 സീറ്റിലുമായി, അതായത് ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറേക്ക് അല്പമൊന്ന് മേൽക്കൈ ലഭിച്ചിരിക്കുന്നത്. ആകെത്തുകയായി നോക്കുമ്പോൾ 158ലേക്ക് BJP ലീഡ് നില ഉയരുമ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാടി 91 എന്ന നമ്പറിലേക്ക്, അതായത് അവരുടെ ഗ്രാഫ് താഴേക്ക് പോകുന്നു എന്നതാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. BJP ഒറ്റയ്ക്ക് 109 സീറ്റിലേക്ക് എത്തുന്നു. അതായത് 2019 BJPക്ക് 105 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നുവെങ്കിലും BJPക്ക് 105 സീറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ സ്ഥാനത്ത് BJP ഒറ്റയ്ക്ക് 109 എന്ന നമ്പറിലേക്ക് എത്തുകയാണ്. മഹാരാഷ്ട്രയിലെ BJPയുടെ ഒറ്റയ്ക്കുള്ള 158 BJPയുടെ മഹായുതി, 91 കോൺഗ്രസിന്റെ മഹാവികാസ് അഘാടി, 15 മറ്റുള്ളവർ വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് 288 സീറ്റിൽ ഇനിയും 24 സീറ്റിലെ ഫലസൂചന വരാനിരിക്കെ വ്യക്തമായ ആധിപത്യം. ആ ഫലസൂചനയിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നോക്കൂ, മഹാവികാസ് അഘാടിയുടെ ലീഡ് നില കുറയുമ്പോൾ അവിടെ കുറയുന്ന സീറ്റുകൾ കോൺഗ്രസിൻ്റെതാണ്. 50-ൽ നിന്ന് 48, 47 എന്ന രീതിയിലേക്ക് ഘട്ടം ഘട്ടമായി കുറയുന്ന സീറ്റ് മുഴുവൻ കോൺഗ്രസിൻ്റെതാണ്. വരുന്ന ദിവസങ്ങളിൽ ഈ മഹാവികാസ് അഘാടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണം സംഭവിച്ചാൽ അല്ലെങ്കിൽ സീറ്റ് നിലയിൽ കുറവ് വന്നാൽ മഹാരാഷ്ട്രയിലെ ഈ കെട്ടിപ്പൊക്കിയ സഖ്യ സംവിധാനങ്ങളൊക്കെ പാടയെ തകരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. കോൺഗ്രസിന് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ എന്താണ് പ്രസക്തി എന്ന ചോദ്യം കൂടി ഉയരാൻ സാധ്യതയുണ്ട്. ഗൗതം, 2 അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ഉദ്ധവ് താക്കറെയുടെ നിലനിൽപ്പ്. ഉദ്ധവ് താക്കറെ ബാൽ ഠാക്കറെയുടെ പാരമ്പര്യം പിന്നിട്ട് കോൺഗ്രസിനോട് കൂട്ടുകൂടി ഒപ്പം നിന്ന് BJPക്കെതിരെ പൊരുതാനിറങ്ങിയതിലെ സാങ്കത്യം, വൈകാരികമായ അടുപ്പം ഇക്കുറി കൂടി തുടരുന്നു. 29, 28 എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം നെടുകെ പിളർപ്പെന്ന് അംഗീകരിക്കാം. ഒരു ടേം കൂടി പുറത്തിരുന്നാൽ, എടുത്ത നടപടി തെറ്റായെന്ന് വന്നാൽ, ആ നയം പാളിപ്പോയി എന്ന് വന്നു കഴിഞ്ഞാൽ ഷിൻഡെ വിഭാഗം 30 സീറ്റിലേക്ക് അവരുടെ ലീഡ് നില ഉയർത്തുന്നു. അവിടെ 30 ഷിൻഡെ വിഭാഗം, 29 ഉദ്ധവ് വിഭാഗം. അതായത് ഷിൻഡെ വിഭാഗം കൂടുതൽ കരുത്താർജിക്കുന്നു എന്ന സൂചനകളാണ് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതലായി BJP സഖ്യം മുന്നോട്ട് വെച്ചത്, ബാൽ താക്കറെ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ, പരസ്യമായി അത് പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന ചോദ്യം പലകുറി കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ജനപ്രിയ പദ്ധതികൾ, വികസന മാതൃകകൾ, 21-നും 65-നും ഇടയിലുള്ള സ്ത്രീകൾക്ക് മാസം 1500 രൂപ നൽകുന്ന ലഡ്കി ബഹിൻ യോജന പദ്ധതി, 44 ലക്ഷം കർഷകർക്ക് സൗജന്യമായി നൽകിയ വൈദ്യുതി, മുംബൈ തീരദേശ പാത, മുംബൈ മെട്രോ ശൃംഖല, അങ്ങനെ അതൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. 167ലേക്ക് മഹാരാഷ്ട്രയിൽ BJP വലിയ കുതിപ്പിലേക്ക് പോകും. നോക്കൂ, അവിടെയും കോൺഗ്രസ് വീണ്ടും 45ലേക്ക്, മഹാവികാസ് അഘാടി 83ലേക്ക് കുറയുമ്പോൾ അവിടെ കുറയുന്നത് കോൺഗ്രസിന്റേതാണ്. ശിവസേന ഉദ്ധവ് താക്കറെ 25, 45, 13 തരത്തിലേക്ക് ലീഡ് നില അവിടെ മാറി. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ് ഈ വിഷയം. മധ്യപ്രദേശിൽ എങ്ങനെയാണ് ജനകീയ പദ്ധതികൾ നടപ്പിലാക്കി BJP അവിടെ ഭരണം നിലനിർത്തിയത്. സ്ത്രീ വോട്ടർ
വോട്ടർമാരെ കയ്യിലെടുക്കാൻ, വനിതാ വോട്ടർമാർക്ക് വേണ്ട കൃത്യമായ പദ്ധതികൾ എത്തിച്ചു നൽകുക, 2 ലക്ഷം രൂപയിൽ കുറവ് വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് മാസം തോറും ഒരു വരുമാന മാർഗം നൽകുക. ഇന്നലെ വൈകുന്നേരം നടന്ന പെട്ടിപൊട്ടിക്കും മുമ്പേ എന്നുള്ള ചർച്ചയിൽ മുന്നോട്ട് വെച്ച പോയിന്റ്സ് ആയിരുന്നു എന്തുകൊണ്ട് BJP ജയിക്കും, എങ്ങനെ BJP ജയിക്കും, എങ്ങനെ ശിവസേനയുടെ പോലും അപ്രമാദിത്വം അവസാനിപ്പിക്കും എന്നുള്ളതിന് ഇതുവരെ ഒരു അപ്പോളജറ്റിക് ആയിരുന്നുവെങ്കിൽ BJP സഖ്യം 175 ഉയരുകയാണ്. BJP സഖ്യത്തിന്റെ ലീഡ് നില കോൺഗ്രസ് സഖ്യത്തിന്റെ ലീഡ് നില 75 വീഴുന്നു. വമ്പൻ കുതിപ്പ്. ABP ന്യൂസിന്റെ എക്സിറ്റ് പോൾ സർവേ ഏതാണ്ട് 170 ആയിരുന്നു പരമാവധി, 180 മുതൽ 170 വരെ പരമാവധി പറയുമ്പോൾ നിലവിലെ ലീഡ് നിലയിൽ പോലും 175 അത് ഉയർത്താൻ. ഒപ്പം പാലക്കാട്ടേക്ക് നോടിപ്പോയി വരാം. 1228 758 താഴ്ന്ന ലീഡ് നില 858 തീർന്നു. ഇപ്പോൾ പാലക്കാട് ശ്രീകൃഷ്ണകുമാർ മുന്നിട്ട് UDF മുന്നിട്ട് നിൽക്കുന്നു 1228 വോട്ടുകൾക്ക്. പാലക്കാട് എന്താണ് സംഭവിക്കുന്നതെന്ന് അരുണാലത്തൂരും ശിവദാസും അപ്ഡേറ്റ് ചെയ്യണം. മഹാരാഷ്ട്രയിലേക്ക് ഒരിക്കൽ കൂടി 175 BJP നയിക്കുന്ന മഹായുതി, 75 കോൺഗ്രസ് നയിക്കുന്ന മഹാവികാസ് അഘാടി. 100 സീറ്റുകളുടെ ഒരു സമയത്ത് 125 ആയിരുന്നു, 126 126 ആയിരുന്നു. അതാണ് വളരെ പെട്ടെന്ന് ഒരു മാറ്റമായി മാറി. 100 സീറ്റുകളുടെ വ്യത്യാസമാണ്. 100 സീറ്റുകളുടെ ലീഡ് നിലയിൽ 100 സീറ്റുകളുടെ വ്യത്യാസം.